യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ, പുതിയൊരു ദിവസത്തിൻ്റെ കർത്താവിനോടായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്ന നിമിഷങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. നമുക്കെല്ലാം വഴിയിൽ ഇരുട്ടത്ത് നടക്കുവാൻ വെളിച്ചമായി ധാരാളം സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട്. ആ വെട്ടത്തിൽ നമ്മൾ യാതൊരു അപകടവും കൂടാതെ യാത്ര ചെയ്യുന്നു. എന്നാൽ വചനം നമ്മളോട് പറയുകയാണ്, നീ ഇന്നത്തെ ദിവസം ഏത് പ്രവൃത്തി ചെയ്യുവാൻ ഇറങ്ങിയാലും ദൈവത്തോട് പറഞ്ഞ് ദൈവവിചാരത്തോടാണ് നീ ആ പ്രവൃത്തിക്ക് ഇറങ്ങുന്നതെങ്കിൽ ആ പ്രവൃത്തി വിജയകരമായി മാറുവാൻ ദൈവം നിനക്ക് വഴി തെളിച്ചു തരും. ദൈവാനുഭവത്തോടെ അല്ലാതെ നമുക്കൊരു പ്രവൃത്തികളും ഒരു കാര്യവും വിജയിപ്പിക്കുവാൻ കഴിയില്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് വചനത്തിലൂടെ പറയുകയാണ്. നമ്മൾ ബുദ്ധി കൊണ്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതേ ബുദ്ധി കൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവകൃപയാൽ അനുഗ്രഹമായി മാറും. ലോകത്തിൻ്റെ മുന്നിൽ ചെറുതോ വലുതോ എന്തുമാകട്ടെ, എന്തിനു വേണ്ടി നിങ്ങൾ ഓരോ നിമിഷവും ഇറങ്ങിപ്പുറപ്പെടുന്നു? കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടിയാകാം, പഠിക്കുവാൻ വേണ്ടി സ്കൂളിൽ പോകാം, വിദേശത്ത് പോകാൻ വേണ്ടിയാകാം, മാതാപിതാക്കൾ അവരുടെ ഡെയിലി ജോലിക്ക് വേണ്ടിയാകാം, വാഹനമോടിക്കുമ്പോഴാകാം, ഡോക്ടർമാർ ഓപ്പറേഷൻ നടത്തുമ്പോഴാകാം, ഒരു രോഗിയെ നോക്കുമ്പോഴാകാം. അങ്ങനെ നമ്മുടെ മുന്നിൽ എന്തെല്ലാം ജോലികളുണ്ടോ ആ ജോലികളിലേക്ക്, ആ പ്രവൃത്തികളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആ ജോലിയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം ആ ജോലിയുടെ ഒപ്പം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് കർത്താവിനോട് അനുവാദം ചോദിച്ചിറങ്ങിയാൽ ആ പ്രവൃത്തി വിജയകരമായി മാറുവാൻ ദൈവം വഴി തെളിച്ചു തരും. ഈ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും
അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തു പിതാവായ ദൈവം നിങ്ങൾക്ക് വഴി തുറന്നു തരട്ടെ. വഴിയിൽ വെളിച്ചമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് ഈശോയെ ദർശനത്തിലൂടെയും അനുഗ്രഹങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും നേരിട്ട് കണ്ട് ആ യേശുവിൽ വിശ്വാസം അർപ്പിക്കുവാൻ എല്ലാ മക്കളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈ ലോകം സമാധാനത്തിൻ്റെ ലോകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.